ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിന്ന് നോക്കുന്നത് തേർഡ് മൊഡ്യൂളിലെ ഒരു ടോപ്പിക്കാണ് തിയറി ഓഫ് എറേഴ്സ്. എറേഴ്സ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ? നമ്മളിപ്പോൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്സർവേഷൻ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ എറേഴ്സ് ഉണ്ടാവാറുണ്ട് അല്ലേ? നമുക്ക് കറക്റ്റ് വാല്യൂ തന്നെ കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന എറേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. ഓക്കെ, എങ്ങനെ നമുക്ക് എറേഴ്സ് കണ്ടുപിടിക്കാം, എങ്ങനെ നമുക്ക് ആക്ച്വൽ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. ഫസ്റ്റ് വരുന്നത് നാച്ചർ ഓഫ് എറേഴ്സ്. എറേഴ്സ് ഇൻ എ മെഷർമെന്റ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഓക്കെ, ഇവിടെ എന്താണ് പറയുന്നത്? എറർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം അല്ലേ? ഇപ്പോൾ നമുക്ക് ഒരു വാല്യൂ അറിയാം അല്ലെ? ഇപ്പോൾ എന്തെങ്കിലും ഒരു മെഷർമെന്റ് എടുക്കുകയാണ്. ഓക്കെ, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ ലെങ്ത് എടുക്കുകയാണ്. അപ്പോൾ അതിന്റെ കറക്റ്റ് വാല്യൂ എന്താണെന്ന് നമുക്കറിയാം, ട്രൂ വാല്യൂ എന്തെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പൊ സ്കെയിലോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് നമ്മൾ ഒന്നും കൂടെ റീഡിങ് എടുക്കുക. അപ്പോൾ ഇതിന്റെ ട്രൂ വാല്യൂവിനേക്കാളും കൂടുതലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ എന്താണ് അവർ എറർ ഉണ്ടായി നമുക്ക് മനസ്സിലാക്കാം അല്ലെ? ട്രൂ വാല്യൂവിനേക്കാളും വലിയൊരു വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അവിടുത്തെ എറർ എന്തായിരിക്കും? പോസിറ്റീവ് എററായി അല്ലേ? സെയിം ടൈം ട്രൂ വാല്യൂവിനേക്കാളും വളരെ ചെറിയൊരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു ചെറിയ വാല്യൂ ആണെങ്കിൽ അതെന്താണ്? നെഗറ്റീവ് എററാണ്. ഓക്കെ, അപ്പോൾ എറർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. ഓക്കെ, മേ ബി പോസിറ്റീവ് ഇഫ് ദ മെഷർമെന്റ് ഈസ് ടു ലാർജ് ഓർ നെഗറ്റീവ് ഇഫ് ദ മെഷർമെന്റ് ഈസ് ടു സ്മോൾ. ഓക്കെ, കമ്പയർഡ് ടു ട്രൂ വാല്യൂസ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ? മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അതൊരു എററാണ് അല്ലെ? നമുക്ക് പലപ്പോഴും പറ്റാവുന്ന ഒന്നാണ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അല്ലെ? ഒരു എക്സ്പെരിമെന്റ് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മിസ്റ്റേക്ക് പറ്റാറുണ്ട്. മിസ്റ്റേക്സ് ആർ ദ എറേഴ്സ് അറൈസിങ് ഫ്രം കെയർലെസ്നെസ്, ഇൻഎക്സ്പീരിയൻസ്, പുവർ ജഡ്ജ്മെന്റ് ആൻഡ് കൺഫ്യൂഷൻ ഓഫ് ദ ഒബ്സർവർ. ഓക്കെ, ഇപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാകുന്നത് ഇപ്പോൾ നമ്മൾ ഒരു റീഡിങ് എടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുക. അപ്പോൾ അതിന്റെ ഒരു കെയർ കൊടുക്കാതെ ഇപ്പോൾ കെയർലെസ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് മിസ്റ്റേക്കാണ്. എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ പുവർ ജഡ്ജ്മെന്റ്, അതായത് ജഡ്ജ്മെന്റ് കറക്റ്റ് അല്ല. ഓക്കെ, അതിൽ ഒബ്സർവർ റീഡിങ് എടുക്കുന്ന ആൾക്ക് കൺഫ്യൂഷനാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ അതെല്ലാം വരുന്നത് മിസ്റ്റേക്സ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻലി എറേഴ്സിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് എന്തൊക്കെയാണ്? സിസ്റ്റമാറ്റിക് എറേഴ്സ് ആൻഡ് ആക്സിഡന്റൽ എറേഴ്സ്. ഓക്കെ, errors are classified as systematic errors and accidental errors. Okay, അപ്പോൾ അത് നമുക്ക് നോക്കാം. എന്താണ് systematic errors? These are the errors which occur from well understood causes and can be reduced by adopting suitable methods. ഓക്കെ, അതായത് സിസ്റ്റമാറ്റിക് എറർ എന്ന് പറഞ്ഞാൽ അത് എന്ത് കാരണമാണ്? ഇപ്പോൾ നമ്മളൊരു റീഡിങ് എടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഒബ്സർവേഷൻ എടുക്കുകയാണ്, എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുകയാണ്, അവിടെ ഒരു എറർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ എറർ എന്തുകൊണ്ടാണ് ഉണ്ടായതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അല്ലേ? വെൽ അണ്ടർസ്റ്റുഡ് ആണ് അതിന്റെ കോസസ് അല്ലെ? അതിനെന്താണ് കാരണം എന്നുള്ളത് വെൽ അണ്ടർസ്റ്റുഡ് ആണ്. അത് മാത്രമല്ല അത് എങ്ങനെ ആ ഒരു എറർ അവിടെ നിന്ന് ഇല്ലാതാക്കണം അല്ലേ, റെഡ്യൂസ് ചെയ്യണം എന്നും നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ എറേഴ്സിനെയാണ് സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, എറേഴ്സ് വെൽ അണ്ടർസ്റ്റുഡ് കോസസ് ആണ് ആൻഡ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ അഡോപ്റ്റിംഗ് സ്യൂട്ടബിൾ മെത്തേഡ്സ്. ഓക്കെ, സ്യൂട്ടബിൾ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുന്ന വഴി നമുക്കിത് റെഡ്യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള എറേഴ്സിനെയാണ് സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, എറർ ഡ്യൂ ടു സാഗ് ഓഫ് എ ടേപ്പ്. ഇപ്പം നമ്മളൊരു സർവേ ചെയ്യണം അല്ലേ? നമ്മൾ സർവേ ചെയ്യാൻ നേരത്ത് ടേപ്പ് യൂസ് ചെയ്തിട്ട് മെഷർമെന്റ് എടുക്കുകയാണ്. അപ്പോൾ ആ ടേപ്പിൽ സാഗിങ് വരികയാണ്. ഓക്കെ, അപ്പോൾ സാഗിങ് വരുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് അവിടെ എറർ ഉണ്ടാകും. അപ്പോൾ ആ എററിനെ എങ്ങനെയാണ് നമുക്ക് റെഡ്യൂസ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ ആ ഒരു റീഡിങ്ങിൽ നിന്ന് ആ സാഗ് കാരണം ഉണ്ടാകുന്ന എറർ നമ്മൾ മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എറർ ഉണ്ടായി, അത് എങ്ങനെയാണ് ഉണ്ടായതെന്ന് മനസ്സിലായി, അത് നമുക്ക് റെഡ്യൂസ് ചെയ്യാനും അറിയാം. ഓക്കെ, അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് എററാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് സിസ്റ്റമാറ്റിക് എറർ ഫോളോസ് എ ഡെഫിനിറ്റ് മാത്തമാറ്റിക്കൽ ഓർ ഫിസിക്കൽ ലോ. ഓക്കെ, ആൻഡ് therefore a correction can always be determined and applied. ഓക്കെ, ഇതൊരു മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ ലോ ബേസിലായിരിക്കും വരുന്നത് അല്ലേ? നമുക്ക് അറിയാൻ പറ്റാത്ത ഒരു കാര്യമല്ല സിസ്റ്റമാറ്റിക് എറർ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ എററിന് പറ്റിയ ഒരു കറക്ഷനും അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ കറക്ഷനും കണ്ടുപിടിക്കാം, അത് അപ്ലൈ ചെയ്യാനും പറ്റും സിസ്റ്റമാറ്റിക് എറേഴ്സ്. ദീസ് എറേഴ്സ് ആർ ഓൾസോ നോൺ ആസ്
ക്യുമുലേറ്റീവ് എറേഴ്സ്. ഓക്കെ, ക്യുമുലേറ്റീവ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ എന്താണ് കൂടി വരും അല്ലെ. ആ സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് എറേഴ്സ് എന്നും പറയാറുണ്ട്. കാരണം നമുക്ക് ആ ഒരു കണ്ടീഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതേപോലെ തന്നെ എറേഴ്സ് കൂടി വരികയാണ്, ക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് അതിനെ ക്യുമുലേറ്റീവ് എറേഴ്സ് എന്നും കൂടി പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആക്സിഡന്റൽ എറേഴ്സ്. അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് ആക്സിഡന്റൽ എറർ എന്ന് പറഞ്ഞാൽ. നമുക്ക് എന്തായിരിക്കും തൊട്ട് മുന്നത്തെ എന്താണ് സിസ്റ്റമാറ്റിക് എറേഴ്സിന്റെ നേരെ ഓപ്പോസിറ്റ് കേസാണ്. These are the errors due to combination of causes and are beyond the control of the surveyor. ഓക്കെ, തൊട്ട് തന്നെ പറഞ്ഞു നമുക്കറിയാം എങ്ങനെയാണ് ഉണ്ടായത്, അത് എങ്ങനെ കുറയ്ക്കാം എന്നൊക്കെ നമുക്കറിയാം സിസ്റ്റമാറ്റിക് എറർ. പക്ഷെ ആക്സിഡന്റൽ എറേഴ്സിന്റെ കേസ് വരാൻ നേരത്ത് അത് പറ്റത്തില്ല. ഇതിന്റെ എന്താണ് കാരണം എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റത്തില്ല. കോമ്പിനേഷൻ ഓഫ് കോസസ്, ഒരു സിംഗിൾ കോസ് ആയിരിക്കത്തില്ല, പല കാരണങ്ങളായിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സർവേയർ അല്ലെങ്കിൽ ഒബ്സർവറിന്റെ കൺട്രോളിലായിരിക്കത്തില്ല എങ്ങനെയാണ് എറർ ഉണ്ടാകുന്നത്, അതെങ്ങനെ മിനിമൈസ് ചെയ്യണം, അതൊന്നും അറിയാൻ പറ്റത്തില്ല. ഓക്കെ, ദീസ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഓക്കെ, ആക്സിഡന്റൽ എറർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. എക്സാമ്പിൾ പറയുന്നത് എറേനിയസ് കാലിബ്രേഷൻ ഓഫ് എ ചെയിൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആക്സിഡന്റൽ എറർ. അതായത് നമ്മളൊരു ചെയിൻ കാലിബ്രേറ്റ് ചെയ്യാം. ഓക്കെ, ചെയിൻ യൂസ് ചെയ്ത് ലെങ്ത് എടുക്കുക. ഓക്കെ, അപ്പൊ ആ ചെയിൻ അവിടെ കാലിബ്രേറ്റ് ചെയ്തേക്കുന്നത് കറക്റ്റ് രീതിയിലല്ല. ഓക്കെ, അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഒരു ആക്സിഡന്റൽ എററാണ്. അതിന്റെ ബേസിൽ അതിന്റെ ഒരു ഫിസിക്കൽ ലോയുടെ ബേസിലൊന്നും അല്ല. ഓക്കെ, അപ്പൊ ആ ഒരു എറർ എന്ന് പറഞ്ഞാൽ ആക്സിഡന്റൽ എററാണ്, പെട്ടെന്നുണ്ടായ ഒരു എററാണ്, അല്ലെങ്കിൽ പല കാരണങ്ങൾ കാരണം ഉണ്ടായ ഒരു എററാണ്, ചെയിൻ നേരെ കാലിബ്രേറ്റ് ചെയ്യാത്ത. ഓക്കെ, അപ്പൊ അതെങ്ങനെ മിനിമൈസ് ചെയ്യണം, എങ്ങനെ അതിന്റെ എറർ എങ്ങനെ കറക്റ്റ് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അതൊരു എക്സാമ്പിൾ. There is in reality no fixed boundary between the accidental and systematic errors. Okay, അപ്പൊ നമ്മളിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആക്സിഡന്റൽ എറർ ആൻഡ് സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇൻ റിയാലിറ്റി ആക്സിഡന്റൽ ആൻഡ് സിസ്റ്റമാറ്റിക് എറർ നമുക്ക് ക്ലിയർ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് പ്രയാസമായിരിക്കും അല്ലെ. ചില കേസസ് എന്ന് പറഞ്ഞാൽ ആക്സിഡന്റൽ എറർ ആകാം, കൂടെ തന്നെ സിസ്റ്റമാറ്റിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കേസായിരിക്കും. അതായത് കണ്ടീഷൻ നമുക്ക് ഉണ്ടാകുന്ന കോസ് അറിയാൻ പറ്റും, പക്ഷെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ചില കേസുകൾ നമുക്ക് കോസ് അറിയത്തില്ല, പക്ഷെ മിനിമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ മിക്ക കേസുകൾ റിയാലിറ്റിയിൽ പോസിബിൾ ആകത്തില്ല. ഒരു ഫിക്സ്ഡ് ബൗണ്ടറി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ നമ്മൾ മെയിനായിട്ട് രണ്ട് ടൈപ്പ് എറേഴ്സ് ആണ് പറഞ്ഞത്, സിസ്റ്റമാറ്റിക് എറേഴ്സ് ആൻഡ് ആക്സിഡന്റൽ എറേഴ്സ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ വരുന്നത് നമുക്ക് ഇപ്പൊ മനസ്സിലായില്ലേ, നമുക്ക് ഈ ഒരു ടോപ്പിക് എന്ത് ബേസ് ചെയ്താണ് വരുന്നത് അറിയാം. നമുക്ക് കുറച്ച് ഒബ്സർവേഷൻസ് എടുക്കുകയാണ്, അപ്പൊ അവിടെ എറേഴ്സ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒബ്സർവേഷന്റെ ബേസിസിൽ നമുക്കൊരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മളെടുത്ത റീഡിങ്ങിന്റെ കറക്റ്റ് വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട്, അതാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, ഒബ്സർവ് ക്വാണ്ടിറ്റീസ്. ഒബ്സർവ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന വാല്യൂസ്. ആൻഡ് ഒബ്സർവ് ക്വാണ്ടിറ്റീസ് മേ ബി either an independent quantity or a conditioned quantity. ഓക്കെ, ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ എടുക്കുന്ന റീഡിങ് അല്ലെ, നമ്മളിപ്പോൾ സർവേ ചെയ്യാം, അപ്പോൾ അവിടെ എടുക്കുന്ന റീഡിംഗ് ആണ് ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, ഒരു വാല്യൂ, അതായിരിക്കും ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എടുക്കുന്ന ഓരോ ക്വാണ്ടിറ്റീസും രണ്ട് ടൈപ്പ് ഉണ്ട്, ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റി ആകാം ഓർ കണ്ടീഷൻഡ് ക്വാണ്ടിറ്റി ആകാം. ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, whose value is independent of the influence of the value of any other quantity. ഓക്കെ, അതായത് മറ്റ് ഒരു ഒബ്ജക്റ്റിന്റെയോ അല്ലെങ്കിൽ മറ്റു ഒരു വാല്യൂ ആയിട്ട് ഈ ഒരു വാല്യൂവിന് ഒരു ഡിപ്പെൻഡൻസി ഉണ്ടാകത്തില്ല. ഓക്കെ, നമ്മളെടുത്ത റീഡിങ്, ആ റീഡിംഗ് എന്ന് പറഞ്ഞാൽ മറ്റൊരു വാല്യൂ ആയിട്ട് ഒരു ഇൻഫ്ലുവൻസും ഉണ്ടാകത്തില്ല, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ക്വാണ്ടിറ്റി ആയിരിക്കും. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനാണ് ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് എടുക്കുകയാണ്, ഏതെങ്കിലും ഒരു പ്ലോട്ടിന്റെ സൈഡ് എടുക്കുകയാണ്, അതെന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റി ആണ് അല്ലെ. ഇപ്പൊ നെക്സ്റ്റ് നമ്മൾ പറയാണ് കണ്ടീഷൻഡ് ക്വാണ്ടിറ്റി. കണ്ടീഷൻ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് വൺ ഓർ മോർ ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഇപ്പൊ കണ്ടീഷൻ ക്വാണ്ടിറ്റിയുടെ എക്സാമ്പിൾ പറയണം, ഒരു ഏരിയ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം, സൈഡ്സ് ഒക്കെ വേണം അല്ലെ. അപ്പോൾ ആ ഏരിയ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി മറ്റു പല ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റി അല്ല, അത് കണ്ടീഷൻഡ് ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ക്വാണ്ടിറ്റിയാണ്, മറ്റൊരു ക്വാണ്ടിറ്റിയുടെയും വാല്യൂ അതിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല.
കണ്ടീഷൻഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ മറ്റ് ക്വാണ്ടിറ്റിയുടെ വാല്യൂസ്, മറ്റ് വാല്യൂസിനെ ഇത് ഡിപ്പെൻഡ് ചെയ്യും. അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് കണ്ടീഷൻഡ് ക്വാണ്ടിറ്റി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റീസിൽ വരുന്നതാണ്. നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ് വാല്യൂ ഓഫ് എ ക്വാണ്ടിറ്റി. നമ്മൾ എടുക്കുന്ന റീഡിങ് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒബ്സർവ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയുടെ വാല്യൂ, ഏതൊക്കെ ടൈപ്പ് വാല്യൂ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ദ വാല്യൂ ഓഫ് എ ക്വാണ്ടിറ്റി മേ ബി ദ ട്രൂ വാല്യൂ, ദ ഒബ്സർവ്ഡ് വാല്യൂ ഓർ ദ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കുന്ന ഈ വാല്യൂസിനെ, നമ്മൾ എടുക്കുന്ന റീഡിങ്സിനെ മെയിനായിട്ട് മൂന്നായിട്ട് നമുക്ക് പറയാം. ട്രൂ വാല്യൂ ആകാം, അല്ലെങ്കിൽ ഒബ്സർവ്ഡ് വാല്യൂ ഓർ ദ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ. അപ്പോൾ എന്താണ് ട്രൂ വാല്യൂ? ട്രൂ വാല്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, അതിൻ്റെ ആക്ച്വൽ വാല്യൂ അല്ലേ, അതായത് ആ റീഡിങ് ഒരു എറേഴ്സും ഇല്ലാത്ത കറക്റ്റ് വാല്യൂവിനെയാണ് ട്രൂ വാല്യൂ എന്ന് പറയുന്നത്. ട്രൂ വാല്യൂ ഈസ് ഡിഫൈൻഡ് ആസ് ദ വാല്യൂ അബ്സല്യൂട്ട്ലി ഫ്രീ ഫ്രം ഓൾ എറേഴ്സ്. അതായത് ഒരു എററും ഇല്ലാത്ത കറക്റ്റ് വാല്യൂ, ആക്ച്വൽ വാല്യൂവിനെയാണ് ട്രൂ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും മിക്ക കേസുകളും നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരുന്നത്. ഇത് എല്ലാ കേസും നമുക്ക് അറിഞ്ഞിരിക്കണമെന്നില്ല അല്ലേ. ട്രൂ വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് പ്രശ്നമില്ലല്ലോ. പക്ഷെ ട്രൂ വാല്യൂ നമുക്ക് പല കേസുകളും അറിയാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പോൾ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് ഒരു എററും ഇല്ലാത്ത വാല്യൂവിനെയാണ് ട്രൂ വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഒബ്സർവ്ഡ് വാല്യൂ. ഒബ്സർവ്ഡ് വാല്യൂ ഈസ് ഒബ്റ്റൈൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ആൻ ഒബ്സർവേഷൻ. ഓക്കെ, ഒബ്സർവേഷൻ ആഫ്റ്റർ അപ്ലൈയിങ് കറക്ഷൻസ് ഫോർ ഓൾ ദ നോൺ എറേഴ്സ്. ഒബ്സർവ്ഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന റീഡിങ്, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു റീഡിങ് എടുക്കുകയാണ്, ഒബ്സർവ് ചെയ്ത് എടുക്കുകയാണ്, അപ്പോൾ അതിനെയാണ് ഒബ്സർവ്ഡ് വാല്യൂ എന്ന് പറയുന്നത്. ചിലപ്പോൾ അതിൽ എറേഴ്സ് കാണാം. അപ്പോൾ നോൺ എറേഴ്സ് ആണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യണം, കറക്ഷൻ അപ്ലൈ ചെയ്തിട്ട് അത് എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കുന്ന റീഡിങ്, ഓക്കെ, അതിൻ്റെ ആക്ച്വൽ വാല്യൂ ആണ് ട്രൂ വാല്യൂ. ഒബ്സർവ്ഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന വാല്യൂ. ഓക്കെ, അതിൽ എറേഴ്സ് കാണാം, എറേഴ്സ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എലിമിനേറ്റ് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള വാല്യൂസിനെയാണ് ഒബ്സർവ്ഡ് വാല്യൂ എന്ന് പറയുന്നത്. തേർഡ് വൺ, മോസ്റ്റ് പ്രോബബിൾ വാല്യൂ. മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്താണെന്ന് നോക്കാം. വെൻ മെനി ഒബ്സർവേഷൻസ് ആർ മെയ്ഡ് ഫോർ ദ സെയിം ക്വാണ്ടിറ്റി, the most probable value is the value which is more likely to be the true value. അതായത് നമ്മളൊരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റിയുടെ നമുക്ക് അതിൻ്റെ വാല്യൂ അറിയത്തില്ല. ഓക്കെ, ട്രൂ വാല്യൂ അറിയത്തില്ല. പക്ഷെ നമ്മൾ കുറേ തവണ അതിൻ്റെ റീഡിങ് എടുക്കുകയാണ് അല്ലേ. ഒരു 10 തവണ റീഡിങ് എടുത്തെന്ന് വിചാരിച്ചു, ഒബ്സർവേഷൻസ് എടുത്തെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് അതിൻ്റെ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്താണെന്ന് നമുക്ക് മനസ്സിലാകും അല്ലേ. അല്ലെങ്കിൽ ഒരു റീഡിങ് 10 പേരെടുക്കുകയാണ്, സെയിം റീഡിങ് 10 പേരെടുക്കുകയാണ്. അപ്പോൾ 10 പേർ എടുക്കുന്നതിൽ കുറേ ആൾക്കാർ എടുക്കുമ്പോൾ സെയിം ആയിട്ട് റീഡിങ് വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ എന്താണ് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ അതായിരിക്കാം, അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ഈ ഒരു റേഞ്ചിൽ വരുന്നതായിരിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്ന് പറയുന്നത് കുറേ ഒബ്സർവേഷൻസ് അല്ലേ, സോ മെനി ഒബ്സർവേഷൻസ് ആർ കൺസിഡർ. ഓക്കെ, അപ്പോഴാണ് നമുക്ക് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്ന് പറയുന്ന ഒരു ടേം വരുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ട്രൂ വാല്യൂ, ഒബ്സർവ്ഡ് വാല്യൂ ആൻഡ് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രൂ വാല്യൂ അറിയാത്ത കേസിലാണ് നമ്മൾ ഈ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ട്രൂ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ടൈം വരുന്നുണ്ട് റെസിജ്വൽ എറർ. എന്താണ് റെസിജ്വൽ എറർ? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ആൻഡ് ദ ഒബ്സർവ്ഡ് വാല്യൂ ഓഫ് എ ക്വാണ്ടിറ്റി. ഓക്കെ, അതായത് നമ്മൾ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ നമ്മൾ എടുത്തു അല്ലെ, നമുക്ക് കുറേ ഒബ്സർവേഷൻസ് നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് അതിൽ നിന്ന് ഏറ്റവും ട്രൂ വാല്യൂ ആകാൻ ചാൻസ് ഉള്ള ഒരു വാല്യൂ ആയിട്ട് നമ്മൾ എടുത്തേക്കുന്നതാണ് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മോസ്റ്റ് പ്രോബബിൾ വാല്യൂവിൽ നിന്ന് ഓരോ ഒബ്സർവ്ഡ് വാല്യൂവിനുണ്ടാവുന്ന ഡിഫറൻസ്, അതിനെയാണ് റെസിജ്വൽ എറർ എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ആൻഡ് ദ ഒബ്സർവ്ഡ് വാല്യൂ ഈസ് നോൺ ആസ് റെസിജ്വൽ എറർ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ആൻ ഒബ്സർവേഷൻ. ഓക്കെ, അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന നമുക്ക് അറിയാവുന്ന വെയിറ്റ് അല്ല, ഇവിടെ വെയിറ്റ് എന്ന് പറയുന്ന വേറൊരു മീനിങ് ആണ്. ഓക്കെ, ദ വെയിറ്റ് ഓഫ് ആൻ ഒബ്സർവേഷൻ ഈസ് ദ മെഷർ ഓഫ് ഇറ്റ്സ് റിലേറ്റീവ് ട്രസ്റ്റ് വർത്തിനെസ്. ഓക്കെ, അതായത് നമുക്കൊരു റീഡിങ് നമ്മുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഒരു ഒബ്സർവേഷൻ നമ്മുടെ കയ്യിലുണ്ട്, അത് എന്തുമാത്രം അത് വിശ്വസിക്കാം, അത് ട്രസ്റ്റ്ഫുൾനെസ് ആണ്. ഓക്കെ, എന്തുമാത്രം റിലയബിൾ ആണ്. ഓക്കെ, അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് വെയിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ നമുക്ക് ഒരു രണ്ട് ആൾക്കാരത്ത്, അതായത് 2 പേരോട് ഒരു റീഡിങ് എടുക്കാൻ പറയാം. അപ്പോൾ 2 പേരും അതിന്റെ റീഡിങ് എടുത്തുകൊണ്ട് വന്നു. ഓക്കെ, അപ്പൊ അതിൽ ഏതാണ് കൂടുതൽ റിലയബിൾ, ട്രസ്റ്റ് വർത്തിനെസ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ടേമാണ് വെയിറ്റ് ഓഫ് ആൻ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കേസിൽ തന്നെ ഞാൻ പറയാം,
രണ്ടുപേരോട് പറയുകയാണ്. ഇപ്പോൾ ഒരാൾ ഒരു തവണ മാത്രമേ റീഡിങ് എടുത്തുള്ളൂ, പക്ഷെ മറ്റേ ആൾ 3 തവണ റീഡിങ് എടുത്തു. ഓക്കെ, അപ്പോൾ 3 തവണ കിട്ടിയ റീഡിങ് ഉണ്ട്, ഒരാൾക്ക് ഒരു തവണ ചെയ്ത റീഡിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതായിരിക്കും കൂടുതൽ റിലയബിൾ ആയിരുന്നത്? ആ 3 തവണ എടുത്ത റീഡിങ് ആയിരിക്കും അല്ലേ. അപ്പം 3 എന്ന് പറയുന്ന നമ്പറാണ് വെയിറ്റ്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു നമ്പർ കൊണ്ട് ഒരു ഒബ്സർവേഷന്റെ എന്താണ് റിലയബിലിറ്റി കാണിക്കുന്നതാണ് വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എ സീരീസ് ഓഫ് ഒബ്സർവേഷൻസ് മെയ്ഡ് അണ്ടർ വേരിയിങ് കണ്ടീഷൻസ്, പേഴ്സണൽ, ഇൻസ്ട്രുമെന്റൽ ഓർ അറ്റ്മോസ്ഫിയറിക്. ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള കണ്ടീഷൻസിൽ നമ്മൾ എന്താണ് ഒബ്സർവേഷൻസ് എടുക്കുക, സീരീസ് ഓഫ് ഒബ്സർവേഷൻസ് എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എന്താണ് അതിന്റെ ഡിഗ്രി ഓഫ് റിലയബിലിറ്റി കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏത് റീഡിങ്സ് ആണ് എടുക്കേണ്ടത്, അതിന്റെ റിലയബിലിറ്റി എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യും, ഏതൊക്കെ റീഡിങ് എങ്ങനെയൊക്കെ എടുക്കും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ വെയിറ്റ് എന്ന് പറയുന്ന ടേമിന്റെ ബേസിലായിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് എല്ലാം ഒരേ എന്തുവാണ് ഒബ്സർവേഷൻസ് ആയിരിക്കത്തില്ല. ചില ഒബ്സർവേഷൻസ് നമുക്ക് എന്താണ് ഇമ്പോർട്ടൻസ് കൊടുത്തും, ചിലത് കൂടുതൽ തവണ, തൊട്ട് മുന്നേ പറഞ്ഞ പോലെ പലതവണ റീഡിങ്സ് എടുത്തതായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് അൺഈക്വൽ ഒബ്സർവേഷൻസ് ആയിരിക്കും. ഓക്കെ, ഒരേ ഒബ്സർവേഷൻസ് ആയിരിക്കത്തില്ല, അൺഈക്വൽ ഒബ്സർവേഷൻസ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള അൺഈക്വൽ ഒബ്സർവേഷൻസിന്റെ ഏതാണ് കൂടുതൽ റിലയബിൾ എന്ന് കാണിക്കുന്നത് ഈ വെയിറ്റ് എന്ന് പറയുന്ന ടേം വെച്ചിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി വെയിറ്റിനെ കുറിച്ച് നോക്കാം. ഓക്കെ, ദ ക്വാളിറ്റി ഓഫ് ഈച്ച് മെഷർമെന്റ് result is evaluated by means of a number known as weight. Okay, the quality of each measurement result is evaluated by means of a number known as weight. തൊട്ട് മുന്നേ പറഞ്ഞ പോലെ നമ്മൾ എടുത്തേക്കുന്ന ഒരു മെഷർമെന്റിന്റെ ക്വാളിറ്റി നമ്മൾ എങ്ങനെയാണ് ഒരു നമ്പർ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അതാണ് വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ മോർ റിലയബിൾ ദ റിസൾട്ട് ദ ഹയർ ഇറ്റ്സ് വെയിറ്റ്. അപ്പോൾ ഒരു റിസൾട്ട് നമ്മുടെ കയ്യിലുണ്ട്, അത് കൂടുതൽ റിലയബിൾ ആകണമെങ്കിൽ അതിന്റെ വെയിറ്റും ഹയർ ആയിരിക്കും. വെയിറ്റ് എന്ന് പറയുന്ന ഒരു നമ്പറാണ്, ആ നമ്പറും കൂടുതലായിരിക്കും. അപ്പൊ നമ്പർ കൂടുതലാണെങ്കിൽ അത് കൂടുതൽ റിലയബിൾ ആണ്. The weight thus express the amount of confidence enjoyed by the result as compared to other results. Okay, അതുകൊണ്ട് നമുക്ക് കൂടുതൽ റിലയബിൾ ആണ്, കോൺഫിഡൻസ് കൂടുന്ന റിസൾട്ട് ഏതാണോ അത് വെയിറ്റ് കൂടിയ റിസൾട്ട് ആയിരിക്കും. ഓക്കെ, അപ്പൊ വെയിറ്റ് നമ്മൾ എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? either by estimation or in accordance with the measurement conditions. മെഷർമെന്റ് കണ്ടീഷൻസിന്റെ ബേസ് നമ്മൾ നോക്കും, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഡയറക്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ വെയിറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. അപ്പോൾ വെയിറ്റുമായിട്ട് ബന്ധപ്പെടുന്ന കുറച്ച് ലോസ് ഉണ്ട്, കുറച്ച് റൂൾസ് ഉണ്ട്, അതാണ് ഇനി പറയുന്നത്. ലോസ് ഓഫ് വെയിറ്റ്. ഓക്കെ, ഫോളോയിങ് ലോസ് മേ ബി യൂസ്ഡ് ടു അസസ് ദ വെയിറ്റ് ഓഫ് സർവേയിങ് മെഷർമെന്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സർവേയിൽ കുറച്ച് മെഷർമെന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിന്റെ വെയിറ്റ് നോക്കിയിട്ട് ഏതാണ് കൂടുതൽ റിലയബിൾ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ അസസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ഓക്കെ, അതാണ് ലോസ് ഓഫ് വെയിറ്റ് എന്ന് പറയുന്നത്. അതിലെ ഫസ്റ്റ് വരുന്നത് the weight of the arithmetic mean of the measurements of unit weight is equal to the number of observation. Okay, അതായത് arithmetic mean of measurements of unit weight. യൂണിറ്റ് വെയിറ്റ് ഉള്ള മെഷർമെന്റ്സ് ആണ്. ഓക്കെ, യൂണിറ്റ് വെയിറ്റ് ഉള്ള മെഷർമെന്റ്സ്, അതിന്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ, ഓക്കെ, അതിന്റെ അരിത്തമെറ്റിക് മീൻ, ആ അരിത്തമെറ്റിക് മീനിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സെന്റൻസ് നമുക്ക് ഇങ്ങനെ വായിക്കുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ആ എക്സാമ്പിൾ നോക്കാം, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എന്താണ്, കുറച്ച് മെഷർമെന്റ്സ് ആണ്. ആംഗിൾ എ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ 6 തവണ അല്ലെ 6 ടൈംസ് നമ്മൾ മെഷർ ചെയ്തേക്കാം. അപ്പോൾ 6 വാല്യൂസ് ആണ് കിട്ടിയിരിക്കുന്നത് അല്ലെ, 6 വാല്യൂസ് ഉണ്ട് ആംഗിൾ എ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ വാല്യൂസിനും, ഓരോ മെഷർമെന്റ്സിനും വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1. ഓക്കെ, യൂണിറ്റ് വെയിറ്റ് ഉള്ള മെഷർമെന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള യൂണിറ്റ് വെയിറ്റ് ഉള്ള മെഷർമെന്റ്സിന്റെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുക. അപ്പൊ എന്താണ്, നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എത്രയാണ്? 6 ആണല്ലേ, 6 തവണ നോക്കി. അപ്പൊ നമ്മൾ എന്താണ് എല്ലാം ആഡ് ചെയ്യുന്നു, 6 വാല്യൂസ് ആഡ് ചെയ്യുന്നു, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇതിൽ കൊടുത്തേക്കുന്നത് 30 ഡിഗ്രി 20 മിനിറ്റ് എല്ലാത്തിനും കോമൺ ആണ്, അതുകൊണ്ടാണ് ആ സെക്കൻഡ്സ് വരുന്ന വാല്യൂസ് മാത്രം എടുത്തിട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത്. ഓക്കെ, അപ്പൊ നമുക്ക് അരിത്തമെറ്റിക് മീൻ കിട്ടി. ഓക്കെ, അപ്പൊ ഈ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ, ഇങ്ങനത്തെ കേസിൽ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ, വെയിറ്റ് ഓഫ് അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് തന്നെയായിരിക്കും അല്ലെ. ഇവിടെ എത്ര തവണ ഒബ്സർവ് ചെയ്തു? 6 തവണ ഒബ്സർവ് ചെയ്തു.
അപ്പോൾ 6 തന്നെയായിരിക്കും ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇത് ഏത് കണ്ടീഷനാണ്? മെഷർമെന്റ്സ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെയിറ്റ് ഉള്ളതായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള എല്ലാ മെഷർമെന്റ്സും യൂണിറ്റ് വെയിറ്റ് ഉള്ളതാണ്. ഇപ്പോൾ യൂണിറ്റ് വെയിറ്റ് ഉള്ള മെഷർമെന്റ്സ് ആണെങ്കിൽ അതിൻ്റെ അരിത്തമെറ്റിക് മീനിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, അരിത്തമെറ്റിക് മീനിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് തന്നെയായിരിക്കും, ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ തന്നെയായിരിക്കും. അതായത് 6, ഇവിടുത്തെ കേസിൽ 6. ഓക്കെ, ഇതാണ് ഫസ്റ്റ് റൂൾ. സെക്കൻഡ് റൂൾ പറയുന്നത് ദ വെയിറ്റ് ഓഫ് ദ വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ ഇൻഡിവിജ്വൽ വെയ്റ്റ്സ്. ഓക്കെ, ഇതിൽ പറയുന്നത് വെയിറ്റ് ഓഫ് ദ വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ. തൊട്ട് മുന്നേ പറഞ്ഞത് അരിത്തമെറ്റിക് മീൻ ആണ്, പക്ഷെ ഇവിടെ വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ ആണ്. ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ ഇൻഡിവിജ്വൽ വെയ്റ്റ്സ്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ആംഗിൾ എ മെഷർ ചെയ്യാം. ഓക്കെ, തൊട്ട് മുന്നത്തെ പോലെ തന്നെ 6 ടൈംസ് 6 തവണ മെഷർ ചെയ്യാം. പക്ഷെ ഓരോ തവണയും നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂസിന്റെ വെയിറ്റ് ഡിഫറെൻ്റ് ആണ്. നേരത്തെ എല്ലാം എന്തായിരുന്നു? യൂണിറ്റ് വെയിറ്റ് ആയിരുന്നു, എല്ലാത്തിൻ്റെയും വെയിറ്റ് ഒന്നായിരുന്നു. ഇവിടെ അതല്ല, ഇവിടെ മാറി. ഇവിടെ ഓരോ ഒബ്സർവേഷൻ്റെയും വെയിറ്റ് ഡിഫറെൻ്റ് ആണ്. ഫസ്റ്റ് 2, 3, 2, 3, 4, 2 അല്ലേ? ഓരോ ഒബ്സർവേഷനും ഡിഫറെൻറ്റ് വെയിറ്റ് ആണ് വരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ വെയ്റ്റഡ് അരിത്തമെറ്റിക് മീനിന്റെ വെയിറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? അവിടുത്തെ ടോട്ടൽ വെയിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതായത് ഇൻഡിവിജ്വൽ വെയിറ്റ് ഡിഫറെൻ്റ് ആണല്ലേ, അപ്പോൾ ഇൻഡിവിജ്വൽ വെയിറ്റ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ സം ഓഫ് ദ ഇൻഡിവിജ്വൽ വെയിറ്റ് കിട്ടും 16. ഓക്കെ, നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ. വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഓരോ വാല്യൂവിനെയും എന്താണ് അതിൻ്റെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഓരോ വാല്യൂവിനെയും അതിൻ്റെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, എന്നിട്ട് ആഡ് ചെയ്യും. ഓക്കെ, ഓൾ ഡിവൈഡഡ് ബൈ 16. 16 അല്ലേ? ടോട്ടൽ ഇൻഡിവിജ്വൽ വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അതിനെയാണ് വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഓരോ റീഡിങ്സിനെയും അതിൻ്റെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് ആഡ് ചെയ്യും, എല്ലാം ആഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഓൾ ഡിവൈഡഡ് ബൈ എന്താണ്? ടോട്ടൽ ഇൻഡിവിജ്വൽ വെയിറ്റ്സ്, അതായത് 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം ഇങ്ങനെ കണ്ടുപിടിക്കുന്നതിനാണ് വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള വെയ്റ്റഡ് അരിത്തമെറ്റിക് മീനിന്റെ വെയിറ്റ് ആണ് കണ്ടുപിടിക്കുക. അപ്പോൾ വെയിറ്റ് ഓഫ് ദ വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ 16 തന്നെയായിരിക്കും, അതായത് സം ഓഫ് ദ ഇൻഡിവിജ്വൽ വെയിറ്റ്സ്. ഓക്കെ, അതാണ് അവർ പറഞ്ഞത് ഈക്വൽ ടു ദ സം ഓഫ് ദ ഇൻഡിവിജ്വൽ വെയിറ്റ്സ്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ലോ. തേർഡ് പറയുന്നത് ദ വെയിറ്റ് ഓഫ് ആൽജിബ്രൈക് സം ഓഫ് 2 or more quantities ഈസ് ഈക്വൽ ടു ദ റെസിപ്രോക്കൽ ഓഫ് ദ സം ഓഫ് റെസിപ്രോക്കൽ ഓഫ് ദ ഇൻഡിവിജ്വൽ വെയിറ്റ്സ്. ഓക്കെ, അതായത് ദ വെയിറ്റ് ഓഫ് ആൽജിബ്രൈക് സം ഓഫ് 2 or more quantities. 2 or more quantitiesന്റെ ആൽജിബ്രൈക് സം, ആ ആൽജിബ്രൈക് സമ്മിന്റെ വെയിറ്റ് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ദ റെസിപ്രോക്കൽ ഓഫ് ദ സം ഓഫ് റെസിപ്രോക്കൽ ഓഫ് ഇൻഡിവിജ്വൽ വെയിറ്റ്സ്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. രണ്ട് ആംഗിൾസ് ആണ്, ആൽഫ ബീറ്റ എന്ന് പറയുന്ന രണ്ട് ആംഗിൾസ് ആണ്. ആൽഫയുടെ വെയിറ്റ് 4 ആണ്, 4 ആണ്. ബീറ്റയുടെ വെയിറ്റ് 2 ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ആംഗിൾസിന്റെയും ഇൻഡിവിജ്വൽ വെയിറ്റ്സ് നമ്മൾ തന്നിട്ടുണ്ട്. ആ ഇൻഡിവിജ്വൽ വെയിറ്റ്സിന്റെ എന്താണ്? റെസിപ്രോക്കൽസിന്റെ സം ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് ഇൻഡിവിജ്വൽ വെയിറ്റ്സ് തന്നിട്ടുണ്ട്. 1/4 + 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 3/4. ഓക്കെ, അപ്പോൾ നമുക്കിനി കണ്ടുപിടിക്കേണ്ടതാണ് ആൽജിബ്രൈക് സം ഓഫ് ആൽഫ ആൻഡ് ബീറ്റ. അപ്പോൾ വെയിറ്റ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ, ആൽജിബ്രൈക് സം ഓഫ് ആൽഫ ആൻഡ് ബീറ്റ എന്ന് പറഞ്ഞാൽ ആൽഫയും ബീറ്റ ആഡ് ചെയ്യാൻ നേരത്തെ നമുക്ക് എത്ര കിട്ടും? 72 ഡിഗ്രി 15 മിനിറ്റ് 30 സെക്കൻഡ്സ്. അപ്പോൾ ഇതിൻ്റെ ഈ ആൽജിബ്രൈക് സമ്മിന്റെ വെയിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്, വിച്ച് ഈസ് ഈക്വൽ ടു 1/4 + 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 4/3. ഓക്കെ, അതിൽ ഈ ഒരു ടേം ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. എന്താണ്? റെസിപ്രോക്കൽ ഓഫ് സം ഓഫ് റെസിപ്രോക്കൽ ഓഫ് ഇൻഡിവിജ്വൽ വെയിറ്റ്സ്. ഓക്കെ, രണ്ട് ടേമിന്റെ ആൽജിബ്രൈക് സമ്മിന്റെ വെയിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ അതിൽ ഓരോ ടേമിന്റെയും ഇൻഡിവിജ്വൽ വെയിറ്റ്സിന്റെ റെസിപ്രോക്കൽസിന്റെ സം കണ്ടുപിടിക്കും. ഓക്കെ, ആ സമ്മിന്റെ റെസിപ്രോക്കൽ എടുക്കുക. ഓക്കെ, അതാണ് ചെയ്തേക്കുന്നത്. 1/1 + 4 + 1/2. ഓക്കെ, ഇതാണ് തേർഡ് റൂൾ. Fourth rule, if a quantity of given weight is multiplied by a factor, the weight of the result is obtained by
ഡിവൈഡിങ് ഇറ്റ്സ് ഗിവൺ വെയിറ്റ് ബൈ ദ സ്ക്വയർ ഓഫ് ദ ഫാക്ടർ. ഓക്കെ, എന്താണ് പറയുന്നത്? ഇഫ് എ ക്വാണ്ടിറ്റി ഓഫ് എ ഗിവൺ വെയിറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ എ ഫാക്ടർ. ഓക്കെ, ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഒരു ക്വാണ്ടിറ്റി ഏതെങ്കിലും ഒരു ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ദ വെയിറ്റ് ഓഫ് ദ റിസൾട്ട്, നമുക്ക് ആ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ റിസൾട്ട് അതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഡിവൈഡിങ് ഇറ്റ്സ് ഗിവൺ വെയിറ്റ് ബൈ ദ സ്ക്വയർ ഓഫ് ദ ഫാക്ടർ. ഓക്കെ, തന്നിരിക്കുന്ന വെയിറ്റിനെ നമ്മൾ ഏത് ഫാക്ടർ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്തത് അതിൻ്റെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നോക്കാം. എക്സാമ്പിൾ, ആൽഫ എന്ന് പറഞ്ഞാൽ 42 ഡിഗ്രി 10 മിനിറ്റ് 20 സെക്കൻഡ് അല്ലേ? അങ്ങനെയുള്ള ആൽഫയുടെ വെയിറ്റ് തന്നിട്ടുണ്ട് 6. ഈ ആൽഫയെ 3 എന്ന് പറയുന്ന ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്തായി മാറി? 126 ഡിഗ്രി 31 മിനിറ്റ് ആയി. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഫാക്ടർ 3 ആൽഫ എന്ന് പറയുന്ന ആ റിസൾട്ടിൻ്റെ വെയിറ്റ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ആൽഫയുടെ വെയിറ്റ് 6 ആണ്. ഓക്കെ, അതിന് 3 എന്ന് പറയുന്ന ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ അതിലെന്താണ് പറയുന്നത്? 6 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുന്ന വെയിറ്റ് ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ഫാക്ടർ, അതായത് 3ന്റെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 6/9 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3. ഓക്കെ, ഇതാണ് 4th റൂൾ. 5th റൂൾ, ഇഫ് എ ക്വാണ്ടിറ്റി ഓഫ് ഗിവൺ വെയിറ്റ് ഈസ് ഡിവൈഡഡ് ബൈ എ ഫാക്ടർ, the weight of the result is obtained multiplying its given weight by the square of the factor. ഓക്കെ, തൊട്ട് മുന്നേ പറഞ്ഞത് നമ്മളൊരു ക്വാണ്ടിറ്റിയെ എന്താണ് ഒരു ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസാണെങ്കിൽ ഇവിടെ ഡിവൈഡ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇവിടെ എന്താണെന്ന് വരുന്നത് നോക്കാം. എക്സാമ്പിൾ നോക്കാം. ആൽഫ എന്ന് പറയുന്ന ആംഗിൾ തന്നെയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ വെയിറ്റ് 4 ആണ്. ഓക്കെ, ഇവിടെ ചെയ്തേക്കുന്നത് 3 എന്ന് പറയുന്ന ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്തേക്കും. ഓക്കെ, ഇപ്പോൾ ആൽഫയെ 3 എന്ന് പറയുന്ന ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ആംഗിൾ മാറിയിട്ടുണ്ട്. ഓക്കെ, 14 ഡിഗ്രി 3 മിനിറ്റ് 30 സെക്കൻഡ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് എങ്ങനെ മാറും? വെയിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഏത് ഫാക്ടർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് അതിൻ്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 4 × 3 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 36. 36 ആണ് അവിടെ വെയിറ്റ് വരുന്നത്. ഓക്കെ, ഇതാണ് 5th റൂൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ 4th ഉം 5th റൂളും നമുക്ക് എളുപ്പത്തിന് മനസ്സിലാക്കാം അല്ലേ? ഒന്ന് മൾട്ടിപ്ലിക്കേഷനും അടുത്തത് ഡിവിഷനും ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് 6th റൂൾ, ഇഫ് an equation is multiplied by its own weight, the weight of the resulting equation is equal to the reciprocal of the weight of the equation. ഓക്കെ, അതിലെന്താണ് പറയുന്നത്? ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ ഇക്വേഷൻ ഒരു വെയിറ്റും കാണും അല്ലേ? അപ്പം അങ്ങനെയുള്ള ആ ഇക്വേഷൻ്റെ വെയിറ്റ് കൊണ്ട് തന്നെ അതിന് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ആ ഇക്വേഷനെ ആ വെയിറ്റ് കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? കിട്ടുന്ന റിസൾട്ടിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെയിറ്റിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും. ഓക്കെ, അത് എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 98 ഡിഗ്രി 20 മിനിറ്റ് 30 സെക്കൻഡ്സ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്കുണ്ട്. ആ ഇക്വേഷൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 3/5 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഇക്വേഷനെ 3/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കാം. ഓക്കെ, 3/5 എ പ്ലസ് ബി, റൈറ്റ് സൈഡിലും 98 ഡിഗ്രി നമുക്ക് എന്ത് ചെയ്യാണ്? 3/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കാം. അപ്പോഴാണ് 59 ഡിഗ്രി 0 മിനിറ്റ് 18 സെക്കൻഡ്സ് എന്ന് കിട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിസൾട്ടിൻ്റെ വെയിറ്റ് എത്രയാണ്? എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മുടെ ഇക്വേഷൻ്റെ വെയിറ്റിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. അതായത് 1/3/5 വിച്ച് ഈസ് ഈക്വൽ ടു 5/3. ഓക്കെ, നെക്സ്റ്റ്, the weight of an equation remains unchanged if all the signs of the equations are changed or if the equation is added or to subtracted from a constant. ഓക്കെ, അതായത് ഒരു ഇക്വേഷനിലെ എല്ലാ സൈൻസും ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് അതിലോട്ട് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ കോൺസ്റ്റന്റിൽ നിന്ന് മൈനസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനത്തെ എന്താണ് ഒരു ഇക്വേഷനിൽ നമ്മൾ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുകയാണെങ്കിൽ പോലും എന്താണ് അതിൻ്റെ വെയിറ്റ് മാറത്തില്ല. ഓക്കെ, അത് ഇക്വേഷനിലെ സൈൻ ഒന്നും മാറുന്നില്ല. അതായത് സൈൻ മാറുകയാണെങ്കിൽ എല്ലാം ഒരുപോലെ മാറുക. ഓക്കെ, പ്ലസ് മൈനസ് ആവുകയാണെങ്കിൽ ആ ഇക്വേഷനിലുള്ള എല്ലാം പ്ലസ് മൈനസ് ആവുക. ഇപ്പോൾ സൈൻ എല്ലാം ഒരുപോലെ മാറുന്നുണ്ട്. അതുപോലെ ആഡ് ചെയ്യുകയാണ്, ഒരു കോൺസ്റ്റന്റുമായിട്ട് ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് സബ്ട്രാക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷൻസ് ആണ് വരുന്നതെങ്കിൽ ആ ഇക്വേഷൻ്റെ വെയിറ്റ് ചേഞ്ച് ആവത്തില്ല. ഓക്കെ, അൺചേഞ്ച്ഡ് ആയിരിക്കും. അതായത് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി 20 മിനിറ്റ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ വെയിറ്റ് 3 ആണ്.
ഓക്കെ. അപ്പോൾ ആ ഒരു ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കോൺസ്റ്റന്റിൽ നിന്ന് മൈനസ് ചെയ്യാം. അതായത് 180 നിന്ന് ഈ ഇക്വേഷൻ മൈനസ് ചെയ്യാം. 180 മൈനസ് എ പ്ലസ് ബി ചെയ്യുക. ഓക്കെ. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ എന്താണ് ചെയ്തേക്കുന്നത്, ഒരു കോൺസ്റ്റന്റിൽ നിന്നാണ് മൈനസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്താലും വെയിറ്റ് യാതൊരു ചേഞ്ച് ഉണ്ടാകത്തില്ല. ഓക്കെ, വെയിറ്റിൽ ഒരു മാറ്റം ഉണ്ടാകത്തില്ല. വെയിറ്റ് 3 തന്നെയായിരിക്കും. ഓക്കെ, ഇതാണ് 7th റൂൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 7 റൂൾസ് ആണ് പറയുന്നത്. അതിൽ 7 റൂൾസും പഠിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ എക്സാമ്പിൾസ് കൊടുത്തേക്കുന്നത് ആ ഒരു റൂൾസ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടി. ഓക്കെ, അപ്പോൾ ഓരോ റൂളും പഠിക്കുക, അതിൻ്റെ കൂടെ തന്നെ എക്സാമ്പിൾ കൂടെ നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഓക്കെ, അപ്പം ഇപ്പോൾ നോക്കിയേക്കുന്നത് എറേഴ്സ്, ടൈപ്സ് ഓഫ് എറേഴ്സ്, പിന്നെ വരുന്ന ടേംസ് ആണ് അല്ലേ, കുറച്ച് ടേംസ് നമ്മൾ നോക്കി. പിന്നെ വരുന്ന ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് വെയിറ്റ് എന്ന് പറയുന്നത്. വെയിറ്റ് എന്താണെന്ന് പറഞ്ഞു, ലോസ് ഓഫ് വെയിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.